ഞങ്ങളിപ്പോ അനശ്വര ജ്വല്ലറിയിലാണ് ട്ടോ. നമ്മള് ഋഷിക്കുട്ടനെ ആക്കാൻ വേണ്ടി വന്നാണ്. കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തപ്പോ അവൻ ഞങ്ങളുടെ കൂടി പോന്നായിരുന്നു. അവൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അവനെ തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറി പോവാൻ കാരണം എന്താ അറിയോ? അനുരാജേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മുടെ കിളിപ്പോൾ ജ്വല്ലറി വന്നിട്ടുണ്ട്. അപ്പൊ പേഴ്സണലി നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ പിന്നെ ഞങ്ങള് എല്ലാരും കൂടി അവിടെ പോയി. കിളി നല്ലൊരു അടിപൊളി മനുഷ്യനാണ് ട്ടോ. കണ്ടപ്പോ ഒരു അത്ഭുതം പോലെ തോന്നി. ഒന്നാമത് ഡ്രസ്സിങ് സ്റ്റൈലും ഭയങ്കര ഹൈറ്റ് ഒക്കെയാണ്. കയ്യില് കണ്ടൊരു ഉണ്ട പോലത്തെ ഒരു വടിയൊക്കെ. ഇത് ട്രഡീഷണൽ ആയിട്ട് അവർ കൂടെ കൊണ്ടുനടക്കണേന്ന്. കയ്യിലൊരു കത്തി കൂടി ഉണ്ടായി. പക്ഷെ അത് എയർപോർട്ടിൽ വാങ്ങിച്ചു വെച്ചത്. ഇത് സതീഷ് ഏട്ടൻ. പുള്ളി ഒരു ഡയറക്ടർ കൂടിയാണ് ട്ടോ. ഈ സതീഷ് ഏട്ടന്റെ മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് കിളിപ്പോൾ നമ്മളെ കേരളത്തിൽ വന്നത്. കിളിപ്പോളിന്റെ ഫസ്റ്റ് മലയാളം മൂവി കൂടിയാണ് ട്ടോ. ഭാഷ അറിയാത്തൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കല്ല എനിക്ക്. പക്ഷെ എന്നാലും കുറേ നേരം സംസാരിച്ച്. കിളീനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ അനശ്വര ജ്വല്ലറി റിതു ഡയമണ്ട്സ് ആയിരുന്നിട്ടാ. പിന്നെ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇവര് ജ്വല്ലറിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. MG റോഡിലാണ് ഇവര് ജ്വല്ലറി വന്നത്. അപ്പൊ നമ്മള് നടന്നിട്ടാണ് ട്ടോ പോയത്. കാരണം തൊട്ടടുത്താ, ജസ്റ്റ് നടക്കുമ്പോഴത്തേക്കും എത്തും. കിളിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഞാൻ ഓർത്തും കൂടി ഇല്ല ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യും. ആ സെയിം ഡേ തന്നെ ഇങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ. എന്തായാലും ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റുക, പുള്ളി നമ്മളെ കൂടെ ത്രൂ ഔട്ട് കുറേ നേരം സമയം ചെലവഴിക്കുക, എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങള് എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി. അപ്പം ഇന്നത്തെ ഡേ എന്താ പറയുക, അടിപൊളി റാഹത്തായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ.